അതൊരു കോമ്പൻസേഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതിന് വരുമ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക, നമ്മൾ പിടിച്ചു നിർത്തരുത്. ഇപ്പോൾ ഒരു ചെമ്പൈ ഉത്സവത്തിന് പാടുന്ന ഒരു പാട്ട് ശരത്തെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഗം മനസ്സിൽ വെച്ച് അത് കൃത്യമായിട്ട് ആ രാഗത്തിൻ്റെ റൂട്ടിലൂടെ തന്നെ പോകണം. അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും പാടിയാൽ ശരിയാകത്തില്ല. എന്നാൽ തന്നെ സിനിമ ആകുമ്പോൾ അതിനൊരു ചെറിയ വലിയ കട്ടിയല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രണതോസ്മി ഗുരുവായൂരേശം ഉള്ളത് ഒരു സിനിമാ രീതികളെയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്ര ഇഷ്ടമായത്. അപ്പോൾ അത് ചിലത് നമ്മൾ അങ്ങനെ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അല്ലാത്തത് കോമ്പസിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. കാര്യം രാജാ സാറിൻ്റെ അടുത്ത് ഈ സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. സാറിന് ഞാൻ പാടിയ ഒരു പാട്ട്, അപ്പം അദ്ദേഹം അതിൻ്റെ ലിറിക്ക് കൈ കിട്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പാടി, കിട്ടിയതേ ഉള്ളൂ. ഒന്ന് വായിച്ചു പോലും നോക്കിയില്ല. ഇത് നേരത്തെ പണ്ടങ്ങാണ്ട് പാടി വെച്ചിരുന്ന ഒരു പാട്ട് കൈ കിട്ടിയതുപോലെ പാടി. ഞാനിങ്ങനെ കേട്ടിട്ട് അന്തപ്പെട്ടിരിക്കുക. ഞാൻ ചോദിച്ചു സാറിൻ്റെ അടുത്ത്, സാർ ഇത് എങ്ങനെ ഇത് ഞാനല്ല ചെയ്യുന്നത്, ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് മേളിൽ വെച്ചിട്ടുണ്ട്, എന്നെ ഒരു ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും, ഞങ്ങൾക്ക് സാറാണ് ദൈവം എന്ന്. ഞാൻ കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതല്ലേ ഇത്, നമ്മൾ കോപ്പി അടിക്കാനോ ഒന്നും അല്ലല്ലോ, നമുക്ക് തോന്നുന്നതാണ്. എനിക്ക് എൻ്റെ ഹാർമോണിയത്തിൽ കൈ വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് മ്യൂസിക്കലായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ആ വഴിക്കങ്ങ് വിട്ടേക്കുക, അതേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു ബസ്സിൽ പിടിച്ച് അത് വേണ്ട ഇതിങ്ങോട്ട് അതിൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വന്നോട്ടെ, ഇപ്പോൾ എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും വന്നാൽ അത് സുഖമാണെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷേ എം ജി ശ്രീകുമാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഗാനമേളകൾക്ക് ഇത് പാടുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത, ഒന്നുകിൽ ഓർക്കസ്ട്ര തെറ്റിക്കും. ഇപ്പോൾ വാലിന്മേൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് കുറച്ച് പിടിക്കാൻ പറ്റുമെന്ന് ഓർക്കസ്ട്രക്കാരൊക്കെ ശരത് സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പാടാമായിരുന്നു എന്ന് പറയില്ലേ? അപ്പോൾ സാറിന് എന്താ തോന്നുന്നത്? ഇല്ല, അത് പലരും ഇത് രജനീഷ് പറഞ്ഞൊരു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ഓർക്കസ്ട്ര അവരാണ് എനിക്ക് എന്താ പറയണ്ടത്, എൻ്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്നത്. നമുക്ക് എത്ര വലിയ കമ്പോസറാണെങ്കിലും അത്രയും നല്ല പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അത് കേൾപ്പിക്കണ്ടേ? ഇപ്പോഴാണെങ്കിൽ എങ്ങനെയെങ്കിലും കമ്പ്യൂട്ടറിലിട്ട് കുത്തി കേൾപ്പിക്കാം. പണ്ട് അങ്ങനെ അല്ലല്ലോ. ഇത്രയും പേര് 10, 100, 150 പേര് വായിച്ച പാട്ടുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കഠിനാധ്വാനമുണ്ട്. ഇപ്പോൾ മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവങ്ങളാണ്. അപ്പോൾ അവരാണ് നമ്മുടെ ഈ തലേന്ന് വരുന്ന സാധനം വായിച്ചിങ്ങോട്ട് തരുന്നത്. ഇപ്പോൾ സല്ലാപം കവിതയായി എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ പടമെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ സ്കോർ എഴുതുമ്പോൾ എനിക്കറിഞ്ഞൂടെ ഇത് എങ്ങനെ സൗണ്ടാവും. കാര്യം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചൊക്കെ, വയലിൻ്റെ റേഞ്ച് ചെയ്ത്, വിയോള റേഞ്ച് ചെയ്ത്, ചെല്ലോ ഇതൊക്കെ അറിയാമെങ്കിലും ഇതെങ്ങനെ സൗണ്ടാകും, ഈ പാർട്സ് എങ്ങനെ സൗണ്ടാകും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ശബ്ദമുണ്ട്, അത് വരുമോ? കാര്യം വായിക്കുന്നതൊക്കെ ലെജൻസാണ്. ഔസേപ്പച്ചൻ അണ്ണാച്ചിയൊക്കെയാണ് ഫ്രണ്ട് റോയിൽ വയലിനിസ്റ്റിലുള്ളത്. അപ്പോൾ ഞാനിത് എഴുതിയിട്ട് എനിക്ക് ഭീകര ടെൻഷനായിരുന്നു ആ ഫസ്റ്റ് വർക്ക് നടക്കുമ്പോൾ. അത് കൊടുത്ത് അവരെല്ലാം സെറ്റായിട്ട് നമ്മുടെ ചിട്ടിയണ്ണൻ വിളിച്ചു. ചിട്ടിയണ്ണാണ് കണ്ടക്ടർ. ശരത് വന്ന് വന്ന് അവർ വായിച്ചപ്പോൾ ഞാനറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പം പിന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പാട്ടുകൾ ഞാൻ തന്നെയാണ് എല്ലാം എഴുതുന്നത്. ഇപ്പം പ്രോഗ്രാമിങ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് എല്ലാം A to Z, ഇപ്പുറത്ത് പേജിൽ റിതം പാറ്റേൺ ഉണ്ടാവും, ഇപ്പുറത്ത് അതിൻ്റെ മെലഡി പാർട്ടുണ്ടാവും, എല്ലാം കാണും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകളെടുത്ത് അതിലിപ്പോൾ ഇഷ്ടപ്പെടാതെ പോയാലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് എൻ്റെതാണ്, എൻ്റെ തലേന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. എനിക്കതൊരു നിർബന്ധമാണ്. കാര്യം അത് പ്രത്യേകിച്ച് രാജാ സാറിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്കത് അങ്ങനെ വേണം ഒരു കമ്പോസർ എങ്കിലല്ലേ എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ അത് എൻ്റേതായിരിക്കണ്ടേ. ഒരു 10-150 പേരും കൂടി ചേർന്ന് ഒരു കൊച്ചിനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ബോറ് പരിപാടിയാണ്. അതുകൊണ്ട് എൻ്റേതെന്ന് പറയാൻ ഒരു ഫുട്ബോൾ മാച്ച് പോലെ ആകരുത് ഒരു കോമ്പസിഷൻ എന്ന് എനിക്കുണ്ട്. കാര്യം ഫുട്ബോൾ മാച്ച് ഞാൻ ഉദ്ദേശിച്ച ഓർക്കസ്ട്ര വേണം, പക്ഷെ ടോട്ടൽ കോമ്പസിഷൻ ഒരാളുടെ തലയിൽ നിന്ന് തന്നെ വരണം. എങ്കിലേ അതിൻ്റെ ഈ പാട്ടും അതിൻ്റെ അറേഞ്ച്മെൻറ്റുമായിട്ടൊക്കെ ഒരു ബന്ധവും എന്തെങ്കിലുമൊക്കെ അതിനൊരു സുഖമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ കേട്ടിട്ടുള്ളത്. പക്ഷെ മായാമഞ്ചലിൽ വീണ്ടും കേൾക്കണം. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ
മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. രണ്ടുപേര് ചോദിച്ചെങ്കിലും ഞാൻ അത്രയും വരി പാടിത്ത്. അതെ, ഇഷ്ടത്തിന് ഇനിയും വേണം, പിന്നെ. ഇനിയും പാട്ട് വേണം. ഇപ്പോ സാറേ, ശ്രീരാഗമോ ഉള്ളപ്പോൾ തന്നെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേശുക്കിളി മകളെ, അതും അഗെയിൻ മെഗാ ഹിറ്റാണ്. അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പടത്തിൽ തന്നെ ഒരുപാട് പാട്ടുകൾ ഉള്ളപ്പോൾ എല്ലാം ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യങ്ങളാണ്. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അച്ചീവ് ചെയ്യാനും പറ്റില്ല. അച്ചീവ് ചെയ്തവരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റില്ല, അത് മറക്കില്ല. അപ്പോൾ അത്രയും ഹിറ്റുകൾ ഉണ്ടാക്കുന്നില്ലേ? ഒരു സിനിമയുടെ വർക്കായിട്ട് കാണാതെ ഓരോ വർക്കും ഓരോന്നായിട്ട് കാണുമല്ലോ, ഓരോ പാട്ടും ഓരോന്നായിട്ട് കാണുമല്ലോ. അത് അത്രയും നമ്മുടെ മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടാണോ ഇത്രയും നല്ല മ്യൂസിക് ഉണ്ടാവുന്നത്? അതങ്ങനെ വന്നു പോയതാണോ, സംഭവിക്കുന്നതാണോ? അത് സംഭവിക്കുന്നതാണ്. കാര്യം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്കതിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഐറ്റം വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതും കൊണ്ട് ഇരുന്ന് പോകും. അതിങ്ങനെ വരുന്ന ഒരു കോമ്പസിഷന് ഒരു ഗുണവും കാണത്തില്ല. ഞാൻ അതാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കി എന്നാ പിടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർമോണിച്ച് കൈ വെച്ചാൽ ഉടനെ ട്യൂൺ വരണം. ഇരുന്നുണ്ട് ഭീകര ടെൻഷനാവും ഞാൻ. അപ്പോൾ എല്ലാ പാട്ടുകളും ഇപ്പോൾ സല്ലാപം കവിതയായി, മംഗളങ്ങളരുളും, ഇപ്പോൾ രജനീഷ് പറഞ്ഞ മംഗളങ്ങളരുളും, മായാമഞ്ചൽ, ഈ പാട്ടുകളെല്ലാം, മാലേയം, എല്ലാം അങ്ങനെ ഒറ്റയടിക്ക് വെച്ചപ്പം വന്നിട്ടുള്ള ട്യൂണാണ്. ഇതിന് ഓപ്ഷൻ ചെയ്തിട്ടുള്ള പാട്ടുകളെ അല്ല. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്നറിയാൻ രാജീവേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. കാര്യം അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊക്കെ ആപ്റ്റായിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ച് പോയ ഒരു പാട്ടാണ് ശ്രീരാഗം. വല്ലാത്ത ഇത് കാര്യം ഇത് റിലേഷൻഷിപ്പിൻ്റെ പാട്ടാണ് ശരത്തെ എന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. ഇത് തിലകൻ ചേട്ടനും ശ്രീവിദ്യാമ്മയുടെ സ്നേഹം, ലളിത ചേച്ചിയും CI പോൾ സാറിൻ്റെയും സ്നേഹം, മറ്റവരുടെ സ്നേഹം, മറിച്ചൊരു ഇന്നസെൻ്റ് ചേട്ടൻ, പല ഐറ്റങ്ങളും അതിൻ്റെ ഇടയ്ക്കും ലാലേട്ടനും ശോഭനയുടെയും പ്രേമം, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ആദ്യമായിപ്പോയി. എന്ത് വേണമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാണ്ടായി. സത്യം, എനിക്ക് കള്ളത്തരം ഞാൻ പറയാറില്ല. എന്ത് വേണമെന്നറിയാതെ ഇങ്ങനെ അങ്ങ് തിന്നുപോയി. ഞാൻ ഒരു കുന്നിൽ തട്ടിയ പുഴ പോലെ അവിടെ കിടന്ന് അങ്ങ് കറങ്ങി. അല്ലത് കാര്യം ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മയുടെ മലയാളമാണ് എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് അങ്ങ് ആലോചിച്ച് ഞാൻ പിന്നെ രാജേട്ട ഒന്നും കൂടെ പറയുക സിറ്റുവേഷൻ. ഇയാൾക്ക് ഒരുവാനോ പറഞ്ഞാൽ സാധാരണ ഇയാൾ ഉടനെ ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞു ഇത് എന്താണ്ടൊക്കെ സാധനങ്ങൾ കയറിയിട്ട് ആകപ്പാടെ ഒരു എത്തും പിടിയും കിട്ടാത്തൊരു അവസ്ഥയുണ്ട് രാജേട്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജേട്ടൻ ഒന്നുകൂടെ അത് ശരത്തെ ഈ തിലകൻ ചേട്ടൻ്റെ ഫാമിലിയുടെ തൊട്ടടുത്ത ഒരു ഫാമിലിയാണ് ജഗതി ചേട്ടൻ്റെ. അത് ജഗതി ചേട്ടൻ ആരും ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം ഭയങ്കര കർണാട്ടിക് രസികൻ. ഇപ്പം വരുമ്പോഴും ഓരോ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് ആ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് കച്ചേരികളിൽ അതിപ്പോഴും പക്കല നിലപടി പാടാത്ത ഒരു കച്ചേരി ഇല്ല. അതാണ് ശ്രീരാഗമോ എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്പാർക്ക്.